അങ്ങനെ മോഹനൻ ജയേഷിനെ ന്യായീകരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാട്ടോ. ഭാനുവിനെ ചതിക്കാനായിരുന്നു ജയേഷിന് ഉദ്ദേശമെങ്കിൽ അവനെ ഒരു രാത്രി മുഴുവൻ ഭാനുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അതും ഭാനു അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ. എന്നിട്ട് അവളെ ഒന്നും ചെയ്യാൻ നോക്കിയിട്ടില്ലല്ലോ. പിന്നെ അവൾക്ക് ബോധം വരുമ്പോൾ അവൻ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രസമായിട്ട് അവൻ എടുത്തു ഫോട്ടോസ് എടുത്തു. അതും അവൻ പുറത്താർക്കും അയച്ചു കൊടുത്തിട്ടില്ല, ഭാനുവിന് തന്നെയല്ലേ അയച്ചു കൊടുത്തത്. അതൊക്കെ വലിയ തെറ്റാണോ ചേച്ചി? അതൊക്കെ അവരുടെ തമാശയായിട്ട് കണ്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. എല്ലാം കേട്ടതിനു ശേഷം ഗായത്രി പറയുന്നുണ്ട്, നീ വളരെ സമർത്ഥമായിട്ട് സംസാരിക്കുന്നുണ്ട് മോഹന. നിന്നെ എനിക്കറിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ചേച്ചി, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ പറഞ്ഞു പിന്നെ ഭാവനയോട് പറയുന്നത്, ഭാവന, ഭരത് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഭാനുവിനെ കുറിച്ചുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഭാവനയെ ഏൽപ്പിച്ച ജയേഷിനെതിരെ കേസെടുക്കില്ല എന്ന്. അപ്പോൾ ഭരത്തിന്റെ മോനെ മനഃപൂർവ്വം കുടുക്കിയതല്ലേ ഭാവന എന്ന് ചോദിക്കുകയാണ് ട്ടോ. അപ്പോൾ ഭാവന പറയുന്നത്, മാമൻ അങ്ങനെ സംശയമുണ്ടെങ്കിൽ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യാമല്ലോ, കോടതിയും പോലീസും ഒക്കെ അതിന് സത്യാവസ്ഥ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ മോഹൻ പറയുന്നത്, അത് വേണ്ട, അവനെ കോടതിയിലൊന്നും കയറ്റാൻ പറ്റില്ല. പിന്നെ എന്താ വേണ്ടതെന്ന് മാമൻ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി എന്ന് പറയണ്ട ഭാവന. അപ്പോൾ മോഹൻ പറയുന്നത്, ഞാൻ പോയി എൻ്റെ മകന്റെ കയ്യിലുള്ളത് എല്ലാം കൊണ്ടുവരാം, എൻ്റെ മോനെ ഒന്ന് വെറുതെ വിട്ടാൽ മതി. ഇനി അവന്റെ ഭാഗത്തു നിന്നും ഒരു തെറ്റുമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. ഇത് കേട്ട ശേഷം ഭാവന ഗായത്രിയുടെ തോളിൽ ഒന്ന് കൈവയ്ക്കുക. എന്നിട്ട് അവർ പരസ്പരം മുഖത്തോട് മുഖത്ത് പറയുന്നുണ്ട്. എങ്കിൽ അമ്മ ചോദിക്കുക എന്ന രീതിയിൽ അവർ തല വെച്ചിട്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി മോഹനോട് പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ വരുമ്പോൾ നിന്റെ അമ്മയെ കൂടി കൊണ്ടുവരണം. ഇത് കേട്ടത് മോഹൻ ആകെ ഷോക്കാവാൻ കേട്ടോ. അവരാണ് ഇതിന്റെ എല്ലാം സൂത്രശാലി എന്ന് എനിക്കറിയാം. എടാ, ഭാവനയെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീട്ടിലോട്ട് വന്നപ്പോൾ എന്താണ് അവർ എന്നോട് ചെയ്തത് എന്ന് നീ കണ്ടതല്ലേ? എടാ, പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അതുകൊണ്ട് നീ പോയിട്ട് നിന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ടുവാ. എല്ലാം കേൾക്കുന്ന മോഹൻ തിരിച്ചൊന്നും പറയാതെ നിന്ന് വിയർക്കാണ് ട്ടോ. അവൻ നെറ്റിയും മുഖവും എല്ലാം കൈവച്ച് തുടയ്ക്കാണ്. എന്നിട്ട് ആകെ ടെൻഷനായിട്ട് ഗായത്രിയെ നോക്കി നിൽക്കുകയാണ്. അവസാനം യാതൊരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ അവൻ താനെ ഇറങ്ങി പോവാൻ ട്ടോ. പുറത്തിറങ്ങിയ മോഹനൻ എന്ത് ചെയ്യണമെന്ന് കാറും ചാരി നിന്ന് ആലോചിക്കുകയാണ്. അവസാനം അദ്ദേഹം കാറിൽ കയറി യാത്രയാവുകയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ വീട് കാണിക്കുന്നുണ്ട്. രാജലക്ഷ്മി അവന്റെ അമ്മയോട് പറയുന്നുണ്ട്, ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകണ്ട എന്ന്. അപ്പോൾ ആരും കേട്ടില്ല. ഇപ്പോൾ അനുഭവിക്കുന്നതാരാ? എന്റെ മകനല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ മോഹന്റെ അമ്മ പറയുന്നത്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക രാജി, അവനൊന്നും സംഭവിക്കില്ല. ഇതാരോ അവനെ മനഃപൂർവ്വം കള്ളക്കേസിൽ കുടുക്കിയതാണ്. രാജലക്ഷ്മി ആട്ട, ഈശ്വര എന്റെ മോൻ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ ട്ടോ. വീണ്ടും മോഹന്റെ അമ്മ പറയുന്നുണ്ട്, ഗായത്രിന്റെ മോനല്ലേ ആ ഇൻസ്പെക്ടറെ, അതുകൊണ്ട് സംശയിക്കാനൊന്നുമില്ല, അവർ പക തീർക്കുന്നതാണ്. ഇത് അവരുടെ പ്ലാൻ ആയതുകൊണ്ടാണ് ഭരത് മോഹനെ ഗായത്രിയുടെ അടുത്തേക്ക് അയച്ചത്. ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും മോഹനെ അവിടേക്ക് പോകാൻ സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയാൻ ട്ടോ. ഇത് കേട്ടുകൊണ്ടാണ് മോഹൻ അകത്തേക്ക് കയറി വരുന്നത്. എന്നിട്ട് പറയുന്നത്, അമ്മ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യം. മോഹനെ കണ്ടതും ഇരുവരും ആകെ ഷോക്കാവാണ്. മോഹനേട്ടാ, എവിടെ നമ്മുടെ മകൻ, എന്ത് പറ്റിയത് അവൻ എന്ന് ചോദിച്ചുകൊണ്ട് രാജ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. അപ്പോൾ മോഹൻ പറയുന്നത്, ജയേഷിന്റെ പേരിൽ ആ കേസ് ചാർജ് ചെയ്യാതിരിക്കാൻ നമ്മൾ അല്പം താഴ്ന്നു കൊടുത്തേ പറ്റൂ. രാജു ചോദിക്കുന്നത്, എന്നിട്ട് എന്തായി, നിങ്ങൾ സംസാരിച്ചോ? അപ്പോൾ മോഹൻ പറയുന്നത്, സംസാരിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യം. ജയേഷിന്റെ പേരിൽ കേസ് കൊടുക്കാതിരിക്കണമെങ്കിൽ കുറച്ച് നിബന്ധനകൾ അവൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന മോഹന്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താണ് അവളുടെ നിബന്ധനകൾ? ഇനി ഞാൻ പോയി അവളുടെ കാല് പിടിക്കണോ? അമ്മയെ കാല് പിടിക്കണമെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ചേച്ചി കുറച്ച് കാര്യങ്ങൾ അമ്മയോട് സംസാരിക്കാനുണ്ട്. അതിന് അമ്മയെ ഞാൻ അങ്ങോട്ട് കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവന്റെ അമ്മ ദേഷ്യപ്പെടുകയാണ്. ഫൂ, എന്റെ പട്ടി പോകും അവളുടെ മുന്നിൽ. ഞാനേ അവളെ ഇവിടേക്ക് വരുത്തിയതിന് പ്രതികാരം ചെയ്യുകയാണ്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ രാജലക്ഷ്മി, ഇത് അവനെ ആരോ കള്ളക്കേസിൽ കൊടുക്കിയതാണെന്ന്. അതുകൾ മോഹൻ പറയുന്നുണ്ട്, എങ്ങനെയായാലും അവനിപ്പോൾ പോലീസ് കസ്റ്റഡിയിലല്ലേ? കേസ് ചാർജ് ചെയ്താൽ അവന്റെ ഭാവി പോയില്ലേ? പോലീസ് തൊണ്ടി സഹിതമാണ് അവനെ കൊണ്ടുപോയിരിക്കുന്നത്. അവൻ നിരപരാധിയാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. ഇനി പുറം ലോകം അറിഞ്ഞാൽ ആദ്യം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? ആദ്യം അവനെ കോളേജിൽ നിന്ന് പുറത്താക്കും. പിന്നീട് ഒരിക്കലും ഒരു ഡോക്ടറല്ല, ഒരു അറ്റൻഡർ പോലും ആകാൻ അവനെ കൊണ്ട് പറ്റില്ല. എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറയട്ടെ മോഹൻ. ഇത് കേൾക്കുമ്പോൾ അവന്റെ അമ്മക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. എന്താ ചെയ്യാന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആലോചിക്കാൻ ട്ടോ. അപ്പോൾ രാജലക്ഷ്മി ഒന്നിട്ട് പറയുന്നത്, എന്ത് ചെയ്തിട്ടായാലും എന്റെ മോനെ ഇന്ന് പുറത്തു കൊണ്ടുവരണം. അപ്പോൾ മോഹന്റെ അമ്മ ചോദിക്കുന്നത്, നീ വിചാരിച്ചാൽ അവന് ജാമ്യം എടുക്കാൻ പറ്റില്ലടാ. മോഹൻ പറയുന്നത്, അമ്മ ഇത് രാജ്യദ്രോഹ കുറ്റമാണ്, അതും തൊണ്ടി സഹിതം. സാക്ഷി പറയാനും വേറെ ആളുകളുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ അയ്യോ ഈശ്വര എന്ന് വിളിച്ച് കരയാൻട്ടോ അവരും. അവസാനം കരച്ചിലെല്ലാം നിർത്തി രാജലക്ഷ്മി പ്രതികരിക്കാൻ തുടങ്ങാം. എന്റെ മോനെ മാത്രം നിങ്ങൾ കുറ്റക്കാരാക്കണ്ട. നിങ്ങൾ അമ്മയും മോനും വെച്ചുണ്ടാക്കിയ കെണിയാണിതെല്ലാം. ദേ മോഹനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മോഹൻ പോലെ നമ്മുടെ മകൻ ഒരു ഡോക്ടറാകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകുമെന്ന് കരുതണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് കൂടിയിട്ട് മോഹന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കാൻ ട്ടോ. അവളുടെ ഈ നോട്ടം കാണുമ്പോൾ മോഹന്റെ അമ്മക്കും മോഹനും ആകെ പേടിയാവാൻ ട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടാലും എനിക്ക് എന്റെ മോനെ കിട്ടണം എന്ന് തന്നെ പറയാട്ടെ അവരെ. ഇതെല്ലാം കേട്ട് മറ്റൊരു നിവർത്തിയോടുമില്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തതിനു ശേഷം മോഹന്റെ അമ്മ പറയുന്നുണ്ട്, ശരി, ഇനി ഞാൻ കാരണം നിന്റെ മകനെ ഭാവി നശിക്കണ്ട, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അവർ പല്ലെറിമി നിൽക്കാൻ ട്ടോ. അമ്മയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ മോഹനും ഭാര്യയ്ക്കും ആശ്വാസമാവുകയാണ്. ശേഷം അവർ വീൽ ചെയർ ഉന്തി റൂമിലേക്ക് പോവാണ്. രാജലക്ഷ്മി ആകട്ടെ മുകളിലേക്ക് ഓടി പോവാട്ടോ. ആകെ ടെൻഷനായിട്ട് മോഹൻ അവിടെ നിന്ന് ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. ഭാവനയുടെ ഫോണിലേക്ക് സേതു വിളിക്കുന്നുണ്ട്. അവൻ ഒന്ന് രണ്ട് വീടുകൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഭാവനയും കൂടി അത് നോക്കിയിട്ട് അഭിപ്രായം പറയാം.
നീ എവിടെ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഗായത്രി ഒന്ന് ചോദിക്കുന്നുണ്ട്, ആരാ ഫോണിൽ സേതുവായിരുന്നോ എന്തോ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. ഭാവന പറയുന്നുണ്ട്, സേതുവായിട്ട് 1-2 സ്ഥലത്ത് വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്, അത് തീരുമാനമായിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയാൻ. അപ്പോൾ ഗായത്രി പറയുന്നത്, ഇവിടെ ഇപ്പോൾ സ്വത്തിന്റെ കാര്യം തീരുമാനമായിട്ടില്ല, അപ്പോഴേക്കും അവൻ വീട് വെക്കലും ബിസിനസ് ചെയ്യലും എന്തോന്ന് ഇവനിപ്പോൾ നിലത്തൊന്നുമല്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, സാരമില്ല അമ്മ, ഇത്രയും സ്വത്തുക്കൾ പെട്ടെന്ന് കിട്ടുക അറിയുമ്പോൾ സേതുവേട്ടനൊന്ന് മനക്കോട്ട കെട്ടി കാണും എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെ അവരുടെ പ്രശ്നം അതൊന്നുമല്ലായിരുന്നു. മോഹൻ അമ്മയും കൂട്ടി ഇപ്പോൾ അവിടെ എത്തും, അപ്പോഴേക്കും സേതുവും മായ തിരിച്ചെത്തി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ ആകെ പ്രശ്നമാകില്ലേ എന്ന ടെൻഷനിലാണ്. സേതു എന്താ പറഞ്ഞത്, അവൻ എവിടെയുണ്ട് എന്ന് ചോദിക്കേണ്ട ഗായത്രി. ഭാവന പറയുന്നുണ്ട്, അവരിങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കാനും ഇവിടെ അവിടെ എത്താറായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും സേതുവേട്ടനോട് ചെറുതായിട്ടൊക്കെ ഒന്ന് സൂചിപ്പിക്കാം, മാത്രമല്ല ഭരത് എന്നെയാണല്ലോ തെളിവുകളൊക്കെ ഏൽപ്പിക്കാൻ പറഞ്ഞത്, അത് നമുക്ക് ഭരത്തിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ പറയാം മോഹൻ മാമനോട് എന്ന് പറയാൻ കേട്ടോ ഭാവന. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അതാണ് നല്ലത്. മോഹൻ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ സേതു കേട്ടാൽ ആകെ പ്രശ്നമാകും, എന്തുകൊണ്ടും അവനെ കൊണ്ട് നേരത്തെ തന്നെ വിവരം അറിയിപ്പിക്കാൻ നല്ലത് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അപ്പോഴും സേതുവും മായും അവിടെ എത്തുന്നത്. അവർ പോയ കാര്യങ്ങളെ കുറിച്ച് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭാവനക്കും സന്തോഷമുണ്ട്, പക്ഷേ ഭാനുവിന്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലായിരുന്നു. അത് സേതു ശ്രദ്ധിക്കാൻ കേട്ടോ. എന്താടി നീ എന്താ ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഭാവന പറയുന്നത്, അതേ ഏട്ടാ പ്രശ്നമുണ്ട്. എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. മോഹൻ മാമൻ ഇവിടെ വന്നിരുന്നു. ജയേഷ് ഇന്നലെ ഭാനുവിന്റെ ഫോണിലേക്ക് അവർ നല്ല സൗഹൃദത്തിലായിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അവൾ ആകെ ടെൻഷനിലാണ് ഏട്ടാ. ഇത് കേൾക്കുമ്പോൾ സേതു ചോദിക്കുന്നത്, അതിനെന്തിനാണ് ടെൻഷൻ ആവുന്നത്, എല്ലാം ഇവളും കൂടി ചേർന്ന് ഒപ്പിച്ചു വെച്ചതല്ലേ. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ സേതു പറഞ്ഞ് ഭാനുവിനോട് ദേഷ്യപ്പെടുക കേട്ടോ. കൂട്ടത്തിൽ അവരുടെ മുഖത്ത് ഒന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഗായത്രി വന്നിട്ട് പറയുന്നുണ്ട്, ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇവിടെ നീ വെറുതെ ഉപദ്രവിക്കേണ്ട. ജയേഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഭരത് കൊടുത്തിട്ടുണ്ട്. അവനെ ഒരു കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്ത് ഭരത് ജയേഷിനെ ലോക്കപ്പിൽ അടച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ സേതു പറയുന്നത്, അതെന്തായാലും നന്നായി, അവന് അത് തന്നെ വേണം, നന്നായിട്ട് പെരുമാറണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നത്, അതൊന്നും ഏട്ടാ, അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ജയേഷിനെ അവിടെ നിന്നും ഇറക്കണമെങ്കിൽ അവന്റെ അമ്മയെയും കൂട്ടി അമ്മയെ വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയട്ടോ. അതിനെന്തിനാണ് അവന്റെ അമ്മ ഇവിടെ വരുന്നത് എന്നൊക്കെ ചോദിച്ച് ആകെ ദേഷ്യപ്പെടാട്ടോ സേതു. ഏട്ടാ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിച്ച് കേൾക്ക്. പണ്ടേ മാമന്റെ അമ്മ നമ്മുടെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ, അതിനൊക്കെ അമ്മക്ക് ഒരു തിരിച്ചടി കൊടുക്കാൻ കിട്ടിയ അവസരമാണിത്. മാത്രമല്ല ആ ഫോട്ടോസും വീഡിയോസും എല്ലാം തിരികെ ഏൽപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ തെളിവുകളും ഇതോട് കൂടി അവസാനിപ്പിക്കാം, മാത്രമല്ല ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സേതു ആണെങ്കിൽ ഇതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല കേട്ടോ. അവനിങ്ങ് വരട്ടെ, ഞാൻ ആ തള്ളക്കും അവനും അങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ്. എന്റെ സേതുവേട്ട, ഇവിടെ ഇപ്പോൾ തല്ലാനും കൊല്ലാനും എന്നല്ല, സമാധാനപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കേണ്ടത്. മാത്രമല്ല ഇവിടെ ഞാൻ സേതുവേട്ടനോ അല്ല സംസാരിക്കേണ്ടത്, അമ്മയാണ് എന്ന് പറയാൻ കേട്ടോ ഭാവന. അപ്പോൾ മായം പറയുന്നുണ്ട്, സേതുവേട്ട ഒന്ന് അടങ്ങ്, ആ സമയത്ത് സേതുവേട്ടന് ഇവിടെ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല സ്വത്തിന്റെ കാര്യത്തിലെ ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ കയ്യിലാണ്. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ ഉള്ളതും പോകും, അതുകൊണ്ട് സേതുവേട്ടൻ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് സേതുവിനെ വിളിച്ചുകൊണ്ട് മായ അകത്തേക്ക് പോവുകയാണ്. ഇത് കാണുന്ന ഗായത്രി പറയുന്നുണ്ട്, എവിടെയും എപ്പോഴും പ്രശ്നം ഒന്ന് തന്നെയാണ്, പണം. ഇവിടെയും കണ്ടില്ലേ, പണത്തിന്റെ കാര്യം വന്നപ്പോൾ അവൻ താനെ മിണ്ടാതായി അകത്തേക്ക് പോവുകയും ചെയ്തു എന്ന് പറയാൻ. അടുത്ത നിമിഷം തന്നെ മോഹന്റെ വണ്ടി വന്ന് അവരുടെ മുറ്റത്ത് നിർത്തുകയാണ്. അതിൽ നിന്നും രാജലക്ഷ്മിയും മോഹനും എഴുന്നേറ്റ് അവരുടെ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിൽ ഇരുത്തുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഒരിക്കലും ഗായത്രിയുടെ വീട്ടിലേക്ക് കാല് കുത്തരുത് ഞാൻ തീരുമാനിച്ചതാണ്, അതിപ്പോൾ തന്റെ ഭാര്യ കാരണം എനിക്ക് മാറ്റേണ്ടി വന്നു എന്ന് പറയാൻ. ഇത് കേൾക്കുമ്പോൾ രാജി പറയുന്നുണ്ട്, അമ്മയെ ഞങ്ങൾ മനഃപൂർവ്വം കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ, ഗായത്രി പറഞ്ഞിട്ടല്ലേ. അപ്പോൾ മോഹന്റെ അമ്മ പറയുന്നത്, നമ്മൾ അവളോട് കാണിച്ചതിന്റെ കണക്കെല്ലാം തീർക്കാനാകും അവൾ എന്നെ ഇങ്ങോട്ടേ കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ മോഹൻ പറയുന്നത്, തൽക്കാലം നമ്മൾ ഇവിടെ ക്ഷമയോടെ നിന്നേ പറ്റൂ അമ്മ, ഇല്ലെങ്കിൽ സമയം കഴിയുന്തോറും അത് ജയേഷിനെ ബാധിക്കും. നീ എന്താ ഇപ്പോൾ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് ചോദിക്കേണ്ട മോഹൻ പറയുന്നുണ്ട്, അവർ പറഞ്ഞ തെളിവുകളെല്ലാം നമ്മൾ അവരെ തിരികെ ഏൽപ്പിക്കും, എന്നിട്ട് ഇതോടെ തന്നെ എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കാമെന്ന് പറയും എന്ന് പറയാൻ. അപ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റും, ആ സ്വത്തിന്റെ ഒരു വീതമെങ്കിലും നമുക്ക് കിട്ടേണ്ട മോഹന, ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാനും പറ്റില്ല, അതങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല, എനിക്കറിയാം എങ്ങനെ എവിടെയൊക്കെ സംസാരിക്കണമെന്ന്. മോഹൻ പറയുന്നുണ്ട്, അമ്മ അതിനൊക്കെ മറ്റൊരു വഴിയുണ്ട്, അതെല്ലാം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ മോഹനും അമ്മയും രാജലക്ഷ്മിയും കൂടി അകത്തേക്ക് കയറി ചെല്ലാട്ടോ. അപ്പോൾ ഭാവന അകത്തുണ്ടായിരുന്നു. ഭാവന എന്ന് വിളിക്കുന്നുണ്ട് മോഹൻ. ആ നിങ്ങളെത്തിയോ, വാ കയറിയിരിക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ 3 പേരും അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഭാവന അമ്മയെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട്. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഗായത്രി അവിടേക്ക് വരാൻ കേട്ടോ. ഗായത്രിയെ കണ്ടതും മോഹന്റെ അമ്മക്ക് ദേഷ്യം വരികയാണ്. അവൾ മുഖത്തേക്ക് നോക്കാതെ പെട്ടെന്ന് തന്നെ തല പിൻവലിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയാണ്. ഗായത്രി ആകട്ടെ നല്ല ഗമയിൽ തന്നെ വന്നിട്ട് സോഫയിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെക്കുകയാണ്. ഗായത്രിയുടെ ഈ പെരുമാറ്റം കാണുമ്പോൾ മോഹന്റെ അമ്മക്ക് ശരിക്കും ദേഷ്യം വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി. അപ്പോൾ മോഹൻ പറയുന്നുണ്ട്, ഭരത് ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഭാവനെതിരായിട്ടുള്ള എല്ലാ തെളിവുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗായത്രി ഭാവന എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഭാവനയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ മോഹനെ. എല്ലാം ഇതിലില്ലേ മാമ എന്ന് ചോദിക്കുന്നുണ്ടാവും.
ഉണ്ട് ഭാവനെ, എന്താ എനിക്ക് എന്നെ വിശ്വാസമില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയെങ്കിലും എന്റെ മോനെ വിടാൻ പറയണം നിങ്ങൾ ഭരത്തിനോട്, എങ്കിലേ ഇനി ഞങ്ങൾക്ക് സമാധാനമാവുകയുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നത്, അങ്ങനെ അങ്ങ് പോയാലോ, ഇതോടുകൂടി കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ചുമ്മാ നിങ്ങൾക്കൊരു ദ്രോഹം ചെയ്യാതെ ഞാനും മക്കളും വീഴ്ചയുടെ കഴിയുകയായിരുന്നു. അതിനിടയ്ക്കല്ലേ നിങ്ങൾ ഇങ്ങനെയൊരു കാര്യവുമായിട്ട് ഞങ്ങളെ സമീപിച്ചത്. എന്തിനായിരുന്നു അതിന്റെ ആവശ്യം? നീയും നിന്റെ അമ്മയും ചേർന്ന് ഒരുപാട് എന്നെ കഷ്ടപ്പെടുത്തിയതാണ്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പകരം ചോദിക്കാൻ വന്നിരുന്നോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ മറിച്ച് എന്നോട് ചെയ്തത് എന്താണ്? അതുകൊണ്ട് ഇനിയെല്ലാം ഇവിടെ നിർത്തിക്കോണം, ഇല്ലെങ്കിൽ അതൊരിക്കൽ നിങ്ങൾക്ക് നന്നാവില്ല. അപ്പോൾ മോഹന്റെ അമ്മ പറയുന്നത്, ഇത്രയും നേരം ഞാൻ എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ നീ എന്റെ തലയിൽ കയറുന്നു. ഇതുകൊണ്ടൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല ഗായത്രി. ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാ തെളിവുകളും ഞങ്ങൾ കൊണ്ടുവന്നു. എന്നെ ഈ വീട്ടിലും എത്തിക്കുകയും ചെയ്തു. പക്ഷേ നീ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു നിന്റെ മകളെ ജയിലിൽ നിന്ന് വിടാൻ വേണ്ടിയിട്ട് എല്ലാ സ്വത്തുക്കളും മോഹന്റെ പേരിൽ എഴുതി കൊടുക്കാമെന്ന്. എന്നിട്ട് ആ വാക്ക് നീ പാലിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഗായത്രി പറയുന്നുണ്ട്, അങ്ങനെ എല്ലാം നിങ്ങൾ അങ്ങ് സ്വന്തമാക്കാമെന്ന് കരുതേണ്ട. ഇത്രയും കാലം ഈ സ്വത്തുക്കൾ നിങ്ങൾ തന്നെയല്ലേ നോക്കി നടത്തിയത്. അതിന്റെ വീതവും നിങ്ങൾ പങ്കുപറ്റിയിട്ടുണ്ടാകുമല്ലോ. ഇനി അങ്ങ് ഒറ്റക്ക് സഹിക്കേണ്ട. നല്ലപോലെ ആണെങ്കിൽ നിങ്ങൾക്കും ഇതിന്റെ ഒരു പങ്ക് ഞാൻ തരാം. അതല്ല എങ്കിൽ എനിക്കൊന്നുകൂടി ആലോചിക്കേണ്ടി വരും എന്ന് പറയട്ടെ ഗായത്രി. ഇത് കേൾക്കുമ്പോൾ മോഹന്റെ അമ്മ പറയുന്നുണ്ട്, ഓഹോ, നിന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇത്രയൊക്കെ അനുഭവിച്ചു നീ പഠിച്ചിട്ടില്ല അല്ലേടി എന്ന് പറയാൻ. അപ്പോഴേക്കും മോഹനൻ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കും. രാജിയും അതുപോലെ തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ അവർ കടിച്ചമർത്തി സ്വയം ക്ഷമിച്ച് നിൽക്കാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, ഇനിയും നിങ്ങൾ നിങ്ങളുടെ ഈ കളി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ അനുഭവിച്ചതായിരിക്കില്ല ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ ഗായത്രി മര്യാദക്ക്, ഇല്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെ പറയാൻ. ഗായത്രിയുടെ വായിൽ നിന്നും ഇങ്ങനെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ ശരിക്കും പേടിക്കുകയാണ്. അതേസമയം ഭാനുവിനെ കാണാത്തത് കൊണ്ട് റൂമിൽ പോയി നോക്കുന്നുണ്ട്. അവളാകട്ടെ ഒറ്റയ്ക്ക് ബെഡിലിരുന്ന് ആകെ മൂഡ് ഓഫ് ആണ്. ഭാവന എന്ന് ചോദിക്കുക, എന്താ ഭാവന നിനക്ക് പറ്റിയത്? നിന്നെ അവിടേക്കൊന്നും കണ്ടില്ലല്ലോ, നീ എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, ചേച്ചി, ഞാൻ ജയേഷിനെ പരിചയപ്പെടുത്തിക്കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇന്ന് ആ സ്വത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിച്ചത്. അതുമൂലം എല്ലാവരും ഹാപ്പിയാണ്. ഓരോരുത്തരുടെയും വിഹിതം വെച്ച് നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിനുണ്ട്. പക്ഷെ എന്റെ അവസ്ഥയോ, എങ്ങനെയൊക്കെ കൂട്ടിയാലും കിഴിച്ചാലും നഷ്ടം എനിക്ക് മാത്രമായിരിക്കും എന്ന് പറയാൻ ട്ടോ. ഇത് കേട്ടതും ഭാവന ആകെ ഷോക്കാകാണ്. അപ്പോൾ ഭാനു, നീ ഇപ്പോഴും നിന്റെ മനസ്സിൽ നിന്നും നീ അവനെ ഇറക്കി വിട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞങ്ങളുടെ മുന്നിൽ മോളെ നീ ഇങ്ങനെയൊക്കെ അഭിനയിക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഭാനു പറയുന്നു, ചേച്ചി എന്താ കരുതിയത്? എത്രയായാലും ഞാൻ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നില്ലേ അവനെ. അത്ര പെട്ടെന്നൊന്നും എനിക്ക് അവൻ നീ എത്ര ക്രൂരനാണ് എന്ന് പറഞ്ഞാലും മറന്നു കളയാനാവില്ല എന്ന് പറയാൻ. ഈ വാക്കുകൾ കേട്ടതും ഭാവന ആകെ ഷോക്കായി തകർന്നു പോവാൻ ട്ടോ.